ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ലൈവ് അല്ലേ, മലയാളത്തിൻ്റെ ഹിന്ദീൻ്റെ ഒക്കെ ലൈവ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവണം. നമ്മൾ അടിപൊളിയായിട്ട് ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൈലം എന്ത് ചെയ്യാണ്, ഒരു മോഡൽ എക്സാം അല്ലേ, എങ്ങനെയായിരിക്കും നമുക്ക് ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലേ. നമുക്ക് സർക്കാർ എക്സാം നടത്തുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് എഴുതാതിരിക്കുന്നത് എന്തിനാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു മോഡൽ എക്സാമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ അല്ലേ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരിക, എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എഴുതിയ പോലെ തന്നെയാണോ +1 നമ്മൾ എഴുതേണ്ടത്, എന്തൊക്കെ പ്രത്യേകതകളാണ് എക്സാമിന് ഉണ്ടാവുക, അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ വേണ്ടി തന്നെയാണ് സൈലം അങ്ങനെ ഒരു മോഡൽ എക്സാം നടത്തുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് അല്ലേ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ടീച്ചർക്ക് പറയാനുള്ളത് 80 മാർക്കിലാണ് അല്ലേ. ഇത്രയും കാലം നമ്മൾ 40 മാർക്കിലാണ് എഴുതിയതെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ അത്രയധികം ചോദ്യങ്ങൾ ഉണ്ടാവും, അത്രയധികം പേജുകൾ നിങ്ങൾ എഴുതാനുണ്ട്. 6 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേസ് ഉണ്ട്, അതേപോലെ 8 മാർക്കിനാണ് നമുക്ക് എസ്സേകൾ വരുന്നത്, 1.5 പുറത്തിലാണ് നമ്മൾ എസ്സേ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതകൾ എവിടെയുണ്ട്, നമ്മൾ പരീക്ഷയിലുണ്ട് കേട്ടോ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ പണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ എഴുതിയതിനേക്കാളും കൂടുതൽ എന്താണ്, കുറച്ചുകൂടെ ഗഹനമായിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്കുള്ളത്, കുറച്ചുകൂടെ വിശാലമായിട്ട് നിങ്ങൾ എഴുതേണ്ടതുണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ഒരു ചിന്താഗതിയൊക്കെ കുറച്ച് ഉയർന്നതാണ് എന്നാണ് പാഠപുസ്തക കമ്മിറ്റിയൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷേ ഇത് പൊതുവെ ഒരു എന്താ പറയുക, നമ്മുടെ പ്രീതി മാമാണ് നിങ്ങൾക്ക് വേണ്ടി ചോദ്യം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, മക്കൾക്കൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെയുള്ള നോക്കാം. 2.5 മണിക്കൂറാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക, 80 മാർക്കാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് സമയം നമുക്ക് ചോദ്യം വായിക്കാൻ തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത്രയും ഇപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മോഡൽ എക്സാമിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇനിയും പരീക്ഷകൾ വരുന്നുണ്ടല്ലേ. ഹാഫ് ഇയർലി എക്സാം എന്തായാലും നമ്മൾ ഡെഫിനറ്റ്ലി എന്തായാലും എഴുതേണ്ടി വരും. ക്രിസ്മസ് എക്സാം എല്ലാവർക്കും ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് മലയാളത്തിനൊക്കെ എന്തിനാ ഇത്രയും പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്ത് വെക്കണം. കാരണം +1 നമുക്ക് എന്തില്ല, നമുക്ക് അല്ലേ സപ്ലി പോലെയുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പോലെയുള്ള എക്സാമുകളില്ല, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നമുക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഒറ്റ തവണ തീർപ്പാക്കൽ പദ്ധതിയാണ്. അപ്പോൾ നല്ല മാർക്ക് നമ്മൾ ലാംഗ്വേജിനൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 100 മാർക്കും നമുക്ക് മലയാളത്തിനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ആർക്കും കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മളുടെ +2 നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ മലയാളത്തിൽ ലാംഗ്വേജിന് 100 200 വാങ്ങിക്കഴിയുമ്പോൾ എന്തായി, നമുക്ക് അത്രയും പോയിന്റുകൾ കൂടി അല്ലേ. ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സിനും അല്ലെങ്കിൽ അക്കൗണ്ടൻസിക്കോ അല്ലെങ്കിൽ എക്കണോമിക്സിനൊക്കെ വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്തെങ്കിലും വാങ്ങാൻ പറ്റും, നമുക്ക് മലയാളത്തിൽ ലാംഗ്വേജ് വിഷയത്തിന് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലേ, കുറച്ചധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരുപാടൊന്നും ശ്രമിക്കാതെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളത് വെറുതെ കളയണേ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇന്നേക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് +2 എക്സാം വരെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത് വെറുതെ കൂളായി ഇരിക്കാനുള്ള സമയമല്ല. നമ്മളൊന്ന് എന്ത് ചെയ്യണം, ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ വായിക്കണം. കാരണം ടീച്ചർ പറഞ്ഞു 80 മാർക്കാണെന്ന് പറയുമ്പോഴും അത്രയധികം നമുക്ക് എഴുതാനുണ്ട്. ഒന്നാമത് നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി ശീലിച്ച മക്കൾക്ക് പെട്ടെന്ന് മലയാളം എഴുതാൻ പറയുമ്പോൾ അല്ലേ, നമ്മൾ കാന്നും കീന്നും കൂന്നും ഒക്കെ എഴുതുന്ന സമയത്ത് ഇതിങ്ങനെ നീട്ടിയും ചൊറച്ചും വലിച്ചും ഒക്കെ എഴുതുന്ന ലിപി ആയതുകൊണ്ട് ഇത് കുറച്ച് സമയം വേണ്ട സാധനമാണ്. നന്നായി എഴുതുന്ന ആളുകൾക്കാണെങ്കിൽ പോലും സമയം എടുത്താലേ വൃത്തിയിലൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 80 മാർക്കിന് എന്തോരം എഴുതാനുണ്ടാവുമെന്ന് മക്കൾ ആലോചിക്കുക. അപ്പോൾ ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന 100 മാർക്കിലേക്ക് നമുക്ക് എത്താനും പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, കുറച്ച് എഫേർട്ടൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ ഈ 15 മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ചോദ്യങ്ങൾ ഒഴിവാക്കണം, ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതേതാ ഒഴിവാക്കേണ്ടത്, ഏത് നമ്മൾ എഴുതണം, ഈ 1 വേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആലോചിച്ചൊക്കെ വെക്കേണ്ട ഒരു സമയമാണ് ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അല്ലെ ഇതിൻ്റെ ഉത്തരം എത്രയാടാ എന്നൊന്നും ചോദിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ല ടീച്ചർ പറയുന്നത്, ഒന്ന് കമൻറ്റ് ചെയ്യണേ മക്കളെ. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഓരോ ചോദ്യം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കണം. ചോദ്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ഉത്തരം എഴുതാവൂ. നമുക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം, മലയാളം ആയതുകൊണ്ട് ഇങ്ങനെ കാടടിച്ച് നമ്മളങ്ങ് എഴുതി കളയും അല്ലേ. എന്തിനെ കുറിച്ച് നമുക്ക് എഴുതാമല്ലോ മലയാളത്തിലാവുമ്പോൾ. പക്ഷേ അങ്ങനെ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ ചിലപ്പോൾ 4 പേജും 5 പേജൊക്കെ നമ്മൾ എഴുതും, പക്ഷേ അതിനുള്ള ചോദ്യത്തിൻ്റെ മാർക്കായിരിക്കില്ല നമുക്ക് കിട്ടുക അല്ലേ. പലപ്പോഴും ഇപ്പോൾ ഓഫ്ലൈനിലൊക്കെ എടുക്കുന്ന സമയത്ത് മക്കൾ പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറെ ഞങ്ങൾ എഴുതി
4 പേജും 3 പേജൊക്കെ എഴുതി, പക്ഷെ ഞങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? ചോദ്യത്തിനുള്ള ഉത്തരമല്ല നമ്മൾ എഴുതിയതും, പേജ് കണക്കിന് എഴുതിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണോ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്. അതൊരു കൃത്യമായ രീതിയിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായി വായിച്ചിട്ടാണ് നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കേണ്ടത്. ആദ്യമുള്ളത് നമ്മൾ SSLCയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ളൊരു പാറ്റേൺ തന്നെയാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക, അല്ലെ. 2 മാർക്ക് വീതമാണ് എന്തിനുള്ളത്? ഈ ചോദ്യത്തിനുള്ളത് കേട്ടോ. ഏതെങ്കിലും 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, സന്ദർശനം എന്ന കവിതയിലെ മൗനം കുടിച്ചിരിക്കുക എന്ന പ്രയോഗം ധ്വനിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ബാലചന്ദ്രൻ കുറിച്ചുള്ളിക്കാടിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് ഇത് സന്ദർശനം എന്ന് പറയുന്ന കവിത. നമ്മൾ ഇന്നലെ പഠിച്ചു, അല്ലേ. അതായത് വർഷങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോയിട്ടുള്ള കാമുകിയും കാമുകനും എന്താണ്, രണ്ടാമത് കണ്ടുമുട്ടുകയാണ്, അല്ലേ. അപ്പോൾ അവർ കണ്ടുമുട്ടുന്ന സമയത്ത് അവരിങ്ങനെ സന്ദർശക മുറിയിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്, ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും അങ്ങോട്ട് പറയാനാവുന്നില്ല, അല്ലേ. അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണു? മൗനം കുടിച്ചിരിക്കുകയാണ്, അല്ലേ. സന്ദർശകർക്കുള്ള മുറിയിൽ എന്ത് ചെയ്യാണ്? അവരിങ്ങനെ മൗനം കുടിച്ചിരിക്കുകയാണ്. ചായ കുടിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലേ. അവർക്ക് എന്ത് ചെയ്യല്ല? ഒന്നും സംസാരിക്കാനാവുന്നില്ല, അല്ലേ. ഒന്നും സംസാരിച്ചില്ല അവർ പരസ്പരം എന്നാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത്, സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി, അല്ലേ. പൂട്ടിയിട്ട് എന്ത് ചെയ്തു? നാവ് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? തട്ടി നോക്കുകയാണ്, അല്ലേ. പല്ലുകൾ നാവുകൾ കൊണ്ട് തടവി, എങ്ങാനും ഇളകുന്നുണ്ടോ, അല്ലേ. ഈ വൃദ്ധമുത്തശ്ശിയുടെ പല്ലുകൾ ഇങ്ങനെ ഇളകുന്ന കാര്യം എവിടെ പറയുന്നുണ്ട്? ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയിൽ കേരമീര അടയാളപ്പെടുത്തുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? തൻ്റെയും സ്വാതന്ത്ര്യം, അല്ലേ, നഷ്ടപ്പെട്ടു പോയോ? തൻ്റെ വെപ്പ് പല്ലുകൾ, അല്ലേ, ഇളകുന്നുണ്ടോ എന്ന് പെൺകുട്ടിക്കും തോന്നുകയാണ്, അല്ലേ. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ഓരോ വൃക്ഷവും വേരുകളിലൂടെയാണ് ആകാശത്തോളം എന്ത് ചെയ്യുന്നത്? ഉയർന്നു നിൽക്കുന്നത്. ഈ വാക്യവുമായി പൊരുത്തപ്പെടുന്ന നിരീക്ഷണങ്ങൾ ഏതാണ്? അല്ലെ, ഓരോ വൃക്ഷവും വേരുകളിലൂടെയാണ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ. അപ്പോൾ മനുഷ്യർ സ്വന്തം നാടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നാണോ? അല്ല, അല്ലേ. സ്വന്തം നാടുമായി ബന്ധമുണ്ടെങ്കിൽ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഉയരങ്ങളിൽ എത്താൻ പറ്റൂ, അല്ലേ. അതേപോലെ മരത്തിന്റെ വേരുകൾ മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കണം, അല്ലെ. ആഴത്തിൽ വേര് പോയാലേ മരത്തിന്, അല്ലെ, ഉയരത്തിൽ വളരാനാവൂ എന്നുള്ളതാണ്, അല്ലെ. അപ്പോൾ ഏറ്റവും ശക്തമായിട്ട്, അല്ലെ, ആഴത്തിൽ എന്താണ്? വേര് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ മരവും, അല്ലെ, വേര് ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? അത് കടപുഴകി വീഴും, അല്ലെ. അപ്പോൾ ആഴത്തിൽ ശക്തമായ രീതിയിൽ എന്ത് ചെയ്യണം? വേരുകൾ പോകണം. അപ്പോൾ നമ്മൾ ഓർമ്മക്കുറിപ്പിലെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ലേഖനത്തിൽ NNSR പറയുന്ന എന്താണ്? മരങ്ങൾ, അല്ലേ, ആകാശത്തോളം മുട്ടി നിൽക്കുന്ന മരങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അതിന് അതിശക്തമായിട്ടുള്ള വേരുകൾ എവിടെയുണ്ട്? മണ്ണിനടിയിലുണ്ട്, അല്ലെ. അത് നമ്മൾ പലപ്പോഴും കാണുന്നില്ല എന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അടുത്ത നോക്കുക, ജനപ്രിയ സിനിമകളെ കുറിച്ച് OK ജോണി പറയുന്ന അഭിപ്രായങ്ങളുമായി യോജിക്കുന്നവ ഏതൊക്കെ എന്നുള്ളതാണ്, അല്ലേ. അപ്പം ഉത്തമ കലാസൃഷ്ടികളാണ് അല്ല എന്നാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പല പ്രമുഖ നിർമ്മാതാക്കൾ പോലും എന്തിനെ കുറിച്ച് പറയുന്നത്? ജനപ്രിയ സിനിമകളെ കുറിച്ച് പറയുന്നത്, അല്ലേ. പക്ഷേ ജനപ്രിയ സിനിമകൾ എന്താണ്? വിശകലനം ചെയ്യേണ്ടതുണ്ട്, അല്ലേ. കാരണം എന്താണ്? അവയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, അല്ലേ. ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് അതും എന്താണ്? കലാമൂല്യമുള്ള സിനിമ തന്നെയാണ്. ജനങ്ങളെ പിടിച്ചിരുത്തുന്ന, അവരെ, അല്ലെ, എൻജോയ് ചെയ്യിപ്പിക്കുന്ന, അല്ലെ, ആളുകൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? സിനിമ കാണാൻ പോകുന്നത് എന്തിനാ? ആ സമയം ഒന്ന് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കണം നമ്മൾ, അല്ലേ. അപ്പോൾ ജനപ്രിയ സിനിമ, ഇപ്പോൾ ദിലീപിൻ്റെ സിനിമകളാണെങ്കിലും പല സിനിമകളൊക്കെ നമ്മൾ ചിരിപ്പിക്കുന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ജനപ്രിയ സിനിമകളിലുള്ള നായകന്മാർ ചെയ്യും, അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കഥാസിസ് എന്ന് പറയുന്ന തിയറിയെ കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ. അപ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് മാറുകയാണ്. എന്തിനാ നമ്മൾ കരയണ സിനിമ കാണാൻ പോകുമ്പോൾ, അല്ലെ, ആ കഥാപാത്രം കരയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് സങ്കടം വരും, അല്ലേ. ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേടാ? ഇതായിരുന്നു സിനിമ, നമ്മുടെ എടാ, ഈ പുതിയ സിനിമ ഏതായിരുന്നു? അയ്യോ, എൻ്റെ പേര് ഷൈൻ നിഗോക്ക അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ, പുതിയ നീരജ് മാധവനൊക്കെ ഉള്ള സിനിമ. ഇത് ഏതായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ. ഞാൻ നിങ്ങളോടത് പറയണമെന്ന് വിചാരിച്ചിരുന്നു. നീരജ് മാധവനും ഷൈൻ നിഗോക്ക, ഒന്ന് കമൻറ്റ് ചെയ്യുമോ നിങ്ങൾ? നീരജ് മാധവ്, ഷൈൻ നിഗോക്ക സിനിമ ഏതായിരുന്നു? RDX, അല്ലേ. ആ RDXൽ ഒരു കള്ളൻ വന്നിട്ട്, അല്ലേ, ആ ഗുണ്ട വന്നിട്ട് ഈ കുഞ്ഞുവാവേൻ്റെ കഴുത്തിലുള്ള മാല ഇങ്ങനെ പിടിച്ച് പറിക്കുന്നൊരു സീൻ ഉണ്ടായിരുന്നില്ലേ. എന്നിട്ട് പിന്നീട് ആ വില്ലൻ്റെ കഴുത്ത് നിന്ന് അതേപോലെ മാല പിടിച്ച് പറിക്കുമ്പോൾ നമ്മളെല്ലാവരും തിയേറ്ററിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എടാ പറിക്കടാ, മാല പറിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആവേശഭരിതരായിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഈ ഒരു സാധനമുണ്ട്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും സിനിമയിലുള്ള നായകന്മാർ ചെയ്യുമ്പോഴാണ് അവിടെയാണ് ഹീറോയിസം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവുന്നത്, അല്ലേ. ഇപ്പോൾ പ്രണയം കാണുന്നത്,
കാണുന്ന സമയത്ത്, അല്ലെ അടി കാണുന്നത്, തല്ലുമാലയൊക്കെ എന്തിനാ എത്ര ഹിറ്റ് ആയിട്ടുള്ളത്, അല്ലെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഹീറോകൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ പറയുന്ന ഒരു ഇത് ഉണ്ടാവുന്നത് അവരുമായിട്ട്, അല്ലെ നമ്മളാവുകയാണ് അവർ, അല്ലെ അവരിൽ ആക്ച്വലി നമ്മളെയാണ് കാണുന്നത്, അല്ലേ. അപ്പോൾ ജനപ്രിയ സിനിമകൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ കുറച്ചുകൂടി ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഏതാണ് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയ്ക്ക് യോജിക്കാത്ത പ്രസ്താവനകളാണ്, അല്ലേ. അപ്പോൾ ജീവിതത്തിന്റെ സത്യസന്ധമായിട്ടുള്ള നേർചിത്രമാണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ആ ഒരു അല്ലേ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അല്ലെ ആ ഒരു അരക്ഷിതമായിട്ടുള്ള ജോലിയില്ലാത്ത തൊഴിലില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പ് പട്ടിണി മറികടക്കാൻ വേണ്ടി നടന്നിരുന്ന ഒരു കാലത്തെയാണ് എന്ത് ചെയ്യുന്നത് ആ സിനിമയിൽ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതൊരു നിയോ റിയലിസ്റ്റിക് സിനിമയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഇത് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ. ഇനി 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 2 മാർക്കാണ്. എത്ര ചോദ്യം എഴുതേണ്ടത്? 3 ചോദ്യമാണ്. നമ്മുടെ പാറ്റേണിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. SSLCയിൽ നിങ്ങൾ കണ്ടതുപോലുള്ള ഒരു പാറ്റേൺ അല്ല. ഇവിടുത്തെ ചോദ്യം എന്താണ്? മത്സ്യം അല്ലെ എന്ന കവിതയിലെ മത്സ്യത്തിന് വലിപ്പക്കുറവ് എങ്ങനെയൊക്കെയാണ് സഹായകമായി തീർന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ടി പി രാജീവന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരാധുനിക കവിതയാണ് ഇതെന്ന് പറയുന്നത്, മത്സ്യം എന്ന് പറയുന്ന കവിത. ഉത്തരാധുനിക കവിതകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ വായനയിൽ അല്ലെ ആദ്യത്തെ വായനയിൽ വളരെ ലളിതമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആഴത്തിൽ വളരെ ഗഹനമായ രീതിയിലുള്ള വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത് കവിത വിശകലനം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മത്സ്യം എന്ന് പറയുന്ന കവിതയിലുള്ള മത്സ്യം വളരെ ചെറിയ മത്സ്യമാണ്. അപ്പോൾ ഈ മത്സ്യം എന്തിൻ്റെ സൂചനയാണ്? ഉത്തരാധുനിക അല്ലെങ്കിൽ ആധുനിക കാലത്തെ മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത് ഈ മത്സ്യത്തിലൂടെ പ്രതിനിധീകരിക്കുന്നത്. അതേപോലെ കടലിനെ എന്തായിട്ടാണ് പ്രതിനിധീവൽക്കരിക്കുന്നത്? എന്തായിട്ടാണ് സങ്കല്പിക്കണേ? അതായത് ലോകമായിട്ടാണ് സങ്കല്പിക്കുന്നത്, അല്ലേ. അപ്പോൾ ഈ കുഞ്ഞു മത്സ്യം ചെറുതുകളുടെ അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ചെറുതുകളുടെ പ്രതീകമാണ് ആര്? ചെറിയ മനുഷ്യരുടെ പ്രതീകമാണ്. അതായത് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതീകമാണ് മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്സ്യം എന്ത് ചെയ്യണു? എന്ത് ചെയ്യുക ചെയ്യണേ? അതിൻ്റെ വലുപ്പക്കുറപ്പ് അല്ലെ പല സിറ്റുവേഷനിലും എന്ത് ചെയ്യാണ് നമ്മളുടെ ഈ മീൻ ഊരിപ്പോവാണ്, അല്ലെ. വലക്കണ്ണിൽ നിന്ന് ചൂണ്ട കൊളുത്തുനിന്ന് വല എൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെ ഇതിൻ്റെ പരുന്തിൻ്റെ കണ്ണിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ പല ഇടങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു ഈ വലുപ്പക്കുറവ് കാരണം എന്ത് ചെയ്യുന്നു? അതായത് ഒന്നുമല്ലാത്തൊരു മനുഷ്യൻ ആരുടെയും ഇരയാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൻ വളരെ നിഷ്പ്രയാസം എന്ത് ചെയ്യാണ് ഊരിപ്പോകുന്നതിനെയാണ് ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നത് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മത്സ്യം എന്ന് പറയുന്ന കവിതയും എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ട് മക്കൾ എന്ത് ചെയ്യണം ഓർത്തു വയ്ക്കണം. അപ്പോൾ 2 മാർക്കാണ്. 2 മാർക്കിന് നമ്മൾ 4-5 പേജ് എഴുതിയൊന്നും എന്ത് ചെയ്യരുത്. ചിലപ്പോൾ ഉത്തരം അറിയാവുന്ന ഒരു ചോദ്യം ആണെങ്കിൽ പോലും എന്ത് ചെയ്യരുത് 4-5 പേജ് എഴുതിയിട്ടൊന്നും നമ്മൾ ഉത്തരം നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 സെന്റൻസ് 1-2 വരികളിൽ മാത്രം എന്ത് എഴുതിക്കോളുക നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിക്കൊള്ളുക കേട്ടോ. അല്ലാതെ നിങ്ങൾ നീട്ടിപ്പരത്തി വിശദമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണ്ട, 2 സെന്റൻസ് മാത്രം മതി. ഓക്കെ, അതാണ് നമുക്ക് 80 മാർക്കിന് എഴുതാനുണ്ട്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് വിട്ടുപോകരുത്. കായലരികത്ത് എന്ന മാപ്പിളപ്പാട്ടായി അല്ലെ ഗാനത്തെ മാപ്പിളപ്പാട്ടായി അടയാളപ്പെടുത്തുന്ന 2 പദങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. 1951 പുറത്തിറങ്ങിയിട്ടുള്ള 54 പുറത്തിറങ്ങിയിട്ടുള്ള നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ നിന്നുള്ള പാട്ടാണത്, അല്ലെ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലു സുന്ദരി അല്ലെ പാട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആളുകളുണ്ട്. എന്നാലും കുറച്ചുകൂടെ അല്ലെ ആ വർഷം ആലോചിച്ച് നോക്കൂ. നമ്മളെ അച്ഛൻ്റെ ഒക്കെ കാലത്ത് ഉപ്പപ്പാൻ്റെ ഒക്കെ കാലത്ത് ഇറങ്ങിയ സിനിമയാണ് 1954. ഏത് വർഷം ആലോചിക്കുക അല്ലേ. ആ സിനിമയിലെ പാട്ട് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ 2024 ഇരുന്നിട്ട് നമ്മൾ പാടുന്നില്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെ? അത്രയും അതെന്ത് ചെയ്യുന്നു കാലത്തെ അതിജീവിച്ചിട്ടുള്ള അല്ലെ സിനിമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ പാട്ടിൽ അല്ലെ ഹൂറി എന്നുള്ള വാക്കുണ്ട്, കൽബ്, അങ്ങനെ കുറേ പദങ്ങൾ എന്തുമായി ചേർത്ത് വയ്ക്കുന്നുണ്ട് നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ അല്ലെ. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള നമ്മളുടെ ജീവിത രീതികൾ അല്ലെ, കേരളത്തിൻ്റെ പ്രകൃതി ദൃശ്യങ്ങൾ അല്ലെ, അങ്ങനെ പലതും നാടൻ പ്രയോഗങ്ങൾ. ഇപ്പോൾ ഒരു നറുക്കിന് ചേരണേ, ഇപ്പോൾ കുറിക്ക് ചേരുന്നത് സാധാരണക്കാരായ ആളുകളൊക്കെ ഇങ്ങനെ നറുക്കെടുത്ത് കുറിയൊക്കെ കൂടുന്ന ആ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് അങ്ങനെ പല പ്രയോഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ കേരളീയ തനിമയെയും മാപ്പിള സങ്കല്പത്തെയും മഴപ്പിള പാട്ടിനെയൊക്കെ ആയിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട് നമ്മളുടെ ഈ കായലരികത്ത്. അപ്പം അതിൻ്റെ ഈണം, അതിൻ്റെ പാട്ടിൻ്റെ രീതി അല്ലെ, വാക്കുകൾ, അവരുടെ വേഷം അല്ലെ, അതൊക്കെ പദങ്ങളൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെടുന്നതാണ് മാപ്പിള പാട്ടുമായിട്ട് നമ്മളുടെ ഈ പാട്ടിനെ അല്ലെ ഈ കായലരികത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ.
അടുത്ത ഇതാണ്, സാധാരണ വയലുകളിൽ നടക്കുന്ന കൃഷി രീതിയിൽ നിന്ന് കൈപ്പാട് നിലത്തെ കൃഷിക്കുള്ള വ്യത്യാസം എന്തെന്ന് കൈപ്പാട് എന്ന ഡോക്യുമെന്ററിയിൽ പറയുന്നത് അല്ലേ. സെക്കൻഡ് യൂണിറ്റ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൈപ്പാട് അല്ലേ, കാഴ്ച എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന പാഠമാണ്. അപ്പോൾ കൈപ്പാട് എന്ന് പറയുന്നത് വേറിട്ടൊരു സംസ്കാരം തന്നെയാണ് അല്ലേ. അവിടെയുള്ള കൃഷി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മാറി മാറി കൃഷി ചെയ്യും. അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ മാറി മാറി കൃഷി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ കൈപ്പാട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പുഴ കടലിൽ ചേരുന്ന അഴിമുഖ തീരത്തിന് തൊട്ട് പുറകിലുള്ള വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. കായലുകളോട് ചേർന്ന് ഏറ്റക്കുറച്ചിലുകളോട് നിൽക്കുന്ന അല്ലേ, ഭയങ്കര പുഷ്ടി പ്രാപിക്കുന്ന ചെളി പൊതഞ്ഞിട്ടുള്ള ഇടത്തെയാണ് എന്ത് പറയുന്നത്, കൈപ്പാട് നിലം എന്ന് പറയാം. അവിടെ സാധാരണ നെൽകൃഷി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മീൻ കൃഷി, ചെമ്മീൻ കൃഷിയൊക്കെ ചെയ്യവർ അല്ലേ, ആ ചെളിയിലൊക്കെ കിടന്ന മീൻ പിടിക്കുന്നതും നെൽകൃഷിയിലെ മാറ്റി മാറ്റി നടുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ സാധാരണ നിലങ്ങളിൽ അല്ലേ, പാടങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് പോലെ അല്ലാതെ വ്യത്യസ്തമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൃഷി ചെയ്യുന്നല്ലേ. അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡോക്യുമെന്ററിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി കണ്ണുള്ളവർക്ക് കാണാൻ കഴിയാത്തത് കാഴ്ചയില്ലാത്ത ഹസ്നയ്ക്ക് കാണാൻ കഴിയുന്നു. കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൽ ഇത് നിന്ന് ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ഏതെങ്കിലും ദൃശ്യം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഒന്നോ രണ്ടോ സെന്റൻസിൽ മാത്രം അതിൻ്റെ ഉത്തരം എഴുതുക കേട്ടോ. ഗീതു മോഹൻദാസ് എഴുതിയിട്ടുള്ള കാഴ്ചക്കാർക്ക് എന്താണ് വളരെ അല്ലേ, കാഴ്ചയില്ലാത്ത ആളുകൾക്ക് പോലും എന്ത് ചെയ്യണു, തിരിച്ചറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും കാഴ്ചയുള്ള ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ നേർത്ത ശ്വാസത്തിൽ നിന്ന് അല്ലേ, അമ്മയുടെ ശ്വാസത്തിൽ നിന്ന് പോലും അവരുടെ സാന്നിധ്യം ഹസ്ന തിരിച്ചറിയുന്നുണ്ട് പല സിറ്റുവേഷനിലും. അതുപോലെ ശബ്ദങ്ങളില്ലാത്ത ലോകത്ത് അല്ലേ തനിക്ക് ജീവിക്കാനാവില്ല എന്ന ഹസ്നയുടെ മനസ്സ് തന്നെയാണ് അല്ലേ കൂട്ടുകാരനായിട്ടുള്ള പൂച്ച അല്ലെ. പൂച്ച എന്ന് പറയുന്ന ഒരു ആദ്യം തന്നെ കാണിക്കുന്ന ആ ഒരു അല്ലെ ആനിമേഷൻ സ്റ്റോറി ഉണ്ട്, ആ പൂച്ചയുടെ ഒരു കഥയുണ്ടല്ലോ അല്ലെ, പൂച്ച ആകാശത്തിന് കൊടുക്കുന്ന നിറത്തെക്കുറിച്ച് അല്ലെ. അപ്പം അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വളരെ എന്താ പറയുക, യുക്തിപൂർവ്വം എഴുത്തുകാരി അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, ചേർത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതേപോലെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ശബ്ദത്തെയൊക്കെ ഇങ്ങനെ ഭയപ്പാടോടുകൂടെ ഹസ്ന കാണുന്നല്ലേ. അപ്പോൾ അത് പിന്നെ ആ കഥാപാത്രം അല്ലെ, ആ വർക്ക്ഷോപ്പിലുള്ള കഥാപാത്രം വരുമ്പോൾ അല്ലേ, എന്താണ് അയാളെ തട്ടി വീഴ്ത്താൻ വേണ്ടി പല സമയത്തും എന്ത് ചെയ്യുന്നു, പാത്രം അവിടെ എടുത്തു വെക്കുന്ന ഹസ്നയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കണ്ണുണ്ടായിട്ടും അയാളത് കാണുന്നില്ല അല്ലേ. അപ്പോൾ അയാൾ വളരെ വ്യക്തമായിട്ട് അയാളെ വീഴും എന്നുള്ളത് കണ്ണില്ലാത്ത ഹസ്നയ്ക്ക് അറിയാം. അത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് അവളുടെ എന്താ പറയുക അകക്കാഴ്ച അല്ലേ, ഉൾക്കാഴ്ചയിൽ എന്ത് ചെയ്യണോ ആ കുട്ടി തിരിച്ചറിയുന്നത് പല സിറ്റുവേഷനിലും നമ്മൾ കാണുന്നു. ഇങ്ങനെ ശബ്ദങ്ങളിലൂടെ ബാഹ്യ ലോകത്ത് തിരിച്ചറിയുകയും ആ ശബ്ദങ്ങളിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹസ്ന എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇനി 10 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരവെഴുതുക അല്ലെ. 4 മാർക്കാണ്. ഷോർട്ട് എസ്സേസ് ആണ്. ഇത് കൂടാതെ 6 മാർക്കിൻ്റെ എസ്സേ വേറെയും വരും കേട്ടോ. അപ്പോൾ ഇത് ഷോർട്ട് എസ്സേ ആണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്, തീറ്റ തേടാനാവുന്നിടത്തോളം ജീവനോടെ ഇരിക്കാൻ ഈ ലോകത്ത് നമ്മെ വിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ജൊനാഥൻ കടൽക്കാക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രവേശകത്തിൽ അല്ലെ, റിച്ചാർഡ് ബാക്കിൻ്റെ എന്താണ് ജൊനാഥൻ കടൽക്കാക്ക എന്ന് പറയുന്ന നോവൽ ഭാഗത്തിലുള്ളതാണ് നമ്മളുടെ ഈ പ്രവേശകം തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നിരുന്നതാണ് അല്ലെ. മറ്റുള്ള കടൽക്കാക്കകൾ പറയുകയാണ്, എന്താ പറയണേ, തീറ്റ തേടുക, ആവുന്നിടത്തോളം കാലം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് തീറ്റ തേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണേ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണ ആളുകൾ അല്ലേ ജീവിക്കുന്നതിനേക്കാളും എന്താണ് സോക്കോൾഡ് പീപ്പിൾ അല്ലെ ജീവിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ആളുകൾ എപ്പോഴും എങ്ങനെയാണ് സമൂഹത്തിൻ്റെ കണ്ണിൽ അവൻ എന്താണ് തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ആളാണ്. ഇച്ചിരി മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ തന്നെ പ്രശ്നം മാറി അല്ലേ. എന്താണ് മുടി നീട്ടി വളർത്തുമ്പോഴത്തേക്കും ആളുകൾ എന്ത് ചെയ്യാണ്, കഞ്ചാവാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. അവനവൻ്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കേണ്ടതൊന്നുമില്ല. സാധാരണ ആളുകൾ മുടിയൊക്കെ വെട്ടി നടക്കുന്നു, അവരങ്ങനെ നടക്കണം. ഇപ്പോൾ പെൺകുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ട്സും ഇറക്കം കുറഞ്ഞ വസ്ത്രമൊന്നും ഇടാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ വ്യത്യസ്തമായി ഇപ്പോൾ നയൻതാര അല്ലേ, ടീച്ചർ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പം നയൻതാര എന്താണ് മറ്റൊരു രീതിയിൽ അല്ലേ ഒരു കുഞ്ഞുങ്ങളെ എടുത്ത സമയത്ത് അല്ലേ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ട് നയൻതാര പ്രസവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭീകരമായിട്ടുള്ള അല്ലേ പ്രശ്നങ്ങൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സായ ആളുകൾ അനുഭവിക്കുന്നത് അല്ലേ, ഒരേ സ്വത്വത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ലിവിങ് ടുഗെദർ ഒക്കെ ഭയങ്കര നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കൊരു അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. ഇപ്പോൾ സൊസൈറ്റിയിൽ നിലനിന്ന് പോകുന്ന കാര്യങ്ങൾക്ക് എതിരെയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ
ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് അത് അംഗീകരിക്കുക അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ജൊനാഥൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ അല്ലേ. കടലിൻ്റെ മേലെ മീൻ കൊത്തി പറക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജൊനാഥൻ എന്ന് പറയുന്ന കടൽക്കാക്കയ്ക്ക് വേറെ പണിയൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ. ഇവൻ എന്തിനാണ് ഈ ഇരുള് കീറി മുറിച്ച് ആകാശത്തിൻ്റെ ഉയരത്തിലേക്ക് പറക്കുന്നത്? അവന് മര്യാദയ്ക്ക് മീനും പിടിച്ച് ഇവിടെ എങ്ങാൻ നടന്നാൽ പോരെ എന്നാണ് മറ്റുള്ള കടൽക്കാക്കകൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒതുങ്ങി സന്തോഷം കണ്ടെത്താൽ മതി എന്ന സമൂഹത്തിന്റെ നിർബന്ധത്തെ വകവയ്ക്കാത്തവരുടെ പ്രതിനിധിയാണോ ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക? തീർച്ചയായുമാണ് അല്ലെ. നമ്മൾ ജീവിക്കേണ്ടത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാവരുത് അല്ലെ. അപ്പോൾ അങ്ങനെ കടൽക്കാക്കയിൽ നിന്നും എന്ത് ചെയ്യാണ്, വ്യത്യസ്തനാവുകയാണ് ഇവിടെ ജൊനാഥൻ കടൽക്കാക്ക. തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണോ, അവൻ പറന്നു പോവാണ് അല്ലേ. അപ്പൊ കടൽക്കാക്കകൾ പൊതുവേ ചെയ്യുന്ന കടലിന്റെ മേൽപ്പരപ്പിൽ മാത്രം പറക്കും, എന്നിട്ട് മീൻ കൊത്തി തിന്ന് അത് അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ഈ ജൊനാഥൻ എന്ത് ചെയ്യണോ, അതല്ല, ഇത് കാലങ്ങളായിട്ട് ആളുകൾ ചെയ്യുന്നത്, എനിക്കിത് ചെയ്യാൻ വയ്യ, എനിക്ക് സൗകര്യമില്ല അല്ലെ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വിശാലമായ ആകാശത്തിൽ പറക്കണം, എനിക്ക് ചിറകുണ്ടല്ലോ, ഞാൻ പറക്കും, ഇവർ പറക്കുന്നില്ലേ, പറക്കണ്ട, എനിക്ക് പറക്കണം. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടല്ലേ സ്വന്തം വഴി വെട്ടിയാണ് എന്ത് ചെയ്യണേ ജൊനാഥൻ കാക്ക മുൻപോട്ട് പറക്കുന്നത്. ഇനി നോക്കൂ, കഴിഞ്ഞുപോയ പ്രണയത്തിന്റെ നല്ല നാളുകളെ സന്ദർശനം എന്ന കവിതയിൽ ആവിഷ്കരിക്കുന്ന എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, സന്ദർശനം എന്ന് പറയുന്ന കവിതയിൽ ചുള്ളിക്കാട് അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുള്ളൊരു കവിതയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കവിതയാണ്. അപ്പം അതിനകത്ത് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന കാമുകിയെ കുറിച്ചാണ് അല്ലേ. അപ്പം ഈ കാമുകി ഭയങ്കര എന്താ പറയുക, കാമുകിയുടെ അല്ലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാമുകിയൊന്നും പറയാൻ പറ്റുന്നില്ല. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം അല്ലെ. ജനലിലപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും അല്ലെ. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജലനിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും. അതായത് ജീവിതമാകുന്ന പകൽ വെളിച്ചം അല്ലെ എന്ത് ചെയ്യുന്നു, ജനലിൻ്റെ അപ്പുറത്ത് സന്ധ്യ ഇരുട്ടാവുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലെ വെളിച്ചം എന്ത് ചെയ്യാണ്, ജീവിതം പോലെയാണ് അല്ലെ. ഈ വെളിച്ചം എന്ത് ചെയ്യാണ്, അസ്തമിച്ച് ഇരുട്ടാവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓർമ്മകൾ അല്ലെ കവിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. കാമുകിനെ കണ്ടപ്പോൾ ഇവർക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല അല്ലെ. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ എന്ന് പറഞ്ഞ മാതിരി ഒന്നും വാക്കുകളായിട്ടൊന്നും വരുന്നില്ലടാ, അവരിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അല്ലെ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് കവി അല്ലെ. എന്താ പറയുന്നത്, ഒരുപാട് കാര്യല്ലേ. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും അല്ലെ. എൻ്റെ ഓർമ്മകളിലേക്ക് എന്ത് ചെയ്യാണ്, പഴയ ഓർമ്മകൾ അല്ലെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് അല്ലെ. കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും. പണ്ട് നീ മൈലാഞ്ചിയിട്ട വിരലിങ്ങനെ തൊടുമ്പോൾ അല്ലെ എൻ്റെ മനസ്സ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയതും അല്ലെ. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും അല്ലെ. നിന്റെ കൃഷ്ണകാന്തം, നിന്റെ നോട്ടം അല്ലെ, നിന്റെ പുരികവും നിന്റെ നോട്ടമൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ അല്ലേ പൂത്തൊലഞ്ഞതൊക്കെ എന്ത് ചെയ്യാണ്, കവി ഓർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ അല്ലേ. പിന്നെന്താണ്, മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധികൾ അല്ലേ. നിന്റെ ഓർമ്മ, നിന്റെ കുങ്കുമത്തിൻ്റെ അല്ലേ നെറ്റിയിലെ കുങ്കുമത്തിൻ്റെ തരി പുരന്ന ചിദംബര സ്മരണകൾ എന്ത് ചെയ്യാണ്, എൻ്റെ ഓർമ്മകളിലേക്ക് വരികയാണ് എന്ന് കവി പറയുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെ നഷ്ടപ്രണയത്തിൻ്റെ നല്ല നാളുകളെ അനവധി പ്രയോഗങ്ങളിലൂടെ എന്ത് ചെയ്തിരിക്കണോ, കവി വിശദമാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ പെൺകുട്ടിക്ക് വൃദ്ധയോട് അല്ലെ ആദ്യം ഉണ്ടായിരുന്ന മനോഭാവത്തിൽ പിന്നീട് എന്ത് മാറ്റമാണ് വരുന്നത്. അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയിൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു KR മീര അല്ലേ. KR മീര എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരികളിൽ, സ്ത്രീപക്ഷ എഴുത്തുകാരി എന്നൊക്കെ നമുക്ക് പറയാം, അത്തരം എഴുത്തുകാരികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് ആര്, KR മീര. അപ്പോൾ KR മീരയുടെ ഈ കഥയിൽ, ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയിൽ, KR മീരയുടെ ശാസ്താംകോട്ടയിലുള്ള വീടിൻ്റെ അടുത്തായിരുന്നു നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന അല്ലേ, നമ്മുടെ പാർലമെൻറ്റ് അംഗമൊക്കെ ആയിരുന്ന VP നായരുടെ വീട്. അപ്പോൾ VP നായരുടെ ഭാര്യ ലളിത P നായർ നമ്മളുടെ KR മീരയായിട്ട് ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ ഈ ലളിത P നായർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക പ്രതിഭാശാലിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു. പക്ഷേ ജീവിതം അല്ലെ, കുടുംബം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ ലളിത P നായർ. അപ്പോൾ ഇവരുടെ അമ്മയുണ്ട്, കല്യാണിയമ്മ അല്ലെ. കല്യാണിയമ്മയും നന്നായി എഴുതുന്ന, വായിക്കുക, അറിവുകളൊക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. നമ്മുടെ KR മീരയോട് എപ്പോഴും പഠിക്കണം, MA കാരി ആവണം എന്നൊക്കെ നിരന്തരം
ഓർമ്മിപ്പിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ആര്? കല്യാണിയമ്മ. അതേപോലെ മറ്റൊരു സ്ത്രീയെ അല്ലേ, ഒരു വൃദ്ധയായ സ്ത്രീയെ എഴുത്തുകാരി കണ്ടുമുട്ടുന്നുണ്ട്. ആ സ്ത്രീയെ വള്ളത്തോൾ വരെ അല്ലെ പ്രതിഭാശാലിയായ എഴുത്തുകാരിയാവുമെന്ന് വള്ളത്തോൾ വരെ എന്താണ് അനുഗ്രഹിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഈ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരേ അച്ചിൽ വാർക്കപ്പെട്ടതുപോലെ എത്ര തരത്തിലുള്ള പ്രതിഭ അല്ലെ ഉള്ളിലുണ്ടെങ്കിലും, എന്ത് വലിയ പ്രതിഭയുണ്ടെങ്കിലും അവരൊക്കെ ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിനുള്ളിൽ ഒതുക്കപ്പെട്ടു പോയിട്ടുള്ള സ്ത്രീകളാണ് അല്ലെ. അപ്പൊ ഇത്തരം സ്ത്രീകളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നുമാണ് എന്ത് ചെയ്തിരിക്കണേ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥ ആരെഴുതിയത്? KR മീര എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിലുള്ള കഥാപാത്രമാണ് അല്ലെ, ഇതിലൊരു വൃദ്ധയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം ഓർമ്മയുടെ ഞരമ്പില്. അപ്പൊ ആ വൃദ്ധ എന്ത് ചെയ്യണു? ആ വൃദ്ധ കണ്ടുമുട്ടുകയാണ്. ആരെ കണ്ടുമുട്ടുന്നു? തൻ്റെ കൊച്ചുമകന്റെ ഭാര്യയെ അല്ലെ, ശ്രീജിത്ത് എന്ന് പറയുന്ന കൊച്ചുമകന്റെ ഭാര്യയെ കണ്ടുമുട്ടുകയാണ്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ആദ്യം ഈ അമ്മൂമ്മേനെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭയങ്കര ഒരു ഈർഷ്യയും ദേഷ്യവും ഒക്കെയാണ് അല്ലെ. പിന്നീട് ഈ വൃദ്ധയുടെ സ്വാതന്ത്ര്യം ഇല്ലേ, വൃദ്ധ എത്രത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ബോധത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അല്ലെ, എത്രത്തോളം അല്ലെ സ്വത്വ ബോധമുള്ള ആളാണ്. കാറ്റും വെളിച്ചമുള്ള മുറിയായിട്ടാണ് ഈ മുത്തശ്ശിയുടെ മുറി പിന്നെ കുട്ടിക്ക് തോന്നുന്നത്. അതായത് അത്രയും സ്വാതന്ത്ര്യബോധമുള്ള ഇടം, അത്രയും വെളിച്ചവും കാറ്റുള്ളൊരു ഇടം വേറെ അവൾ കണ്ടിട്ടില്ല വീട്ടിൽ. അപ്പോൾ അങ്ങനെ ആ ചിന്താഗതികളോടൊക്കെ എന്ത് ചെയ്യുന്നു? പിന്നീട് പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധം തോന്നുകയാണ് അല്ലെ. അങ്ങനെ അല്ലെ കഥയിൽ എന്ത് ചെയ്യുന്നു? ആദ്യം ഉണ്ടായിരുന്ന അല്ലെ തുടക്കത്തിൽ ഈർഷ്യ ക്രമേണ മാറി പിന്നെ ആകാംക്ഷയിലേക്കും മതിപ്പിലേക്കും എന്ത് ചെയ്യാണ് പോവാണ്. ഏറ്റവും ഒടുവിൽ ഈ വൃദ്ധ മുത്തശ്ശി തന്നെയല്ലേ, തൻ്റെ അനുഭവത്തിലൂടെ തന്നെയല്ലേ ഞങ്ങൾ ഒന്നല്ലേ എന്ന് അല്ലെ. അതാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന പേര്. കാരണം കണക്റ്റഡ് ആണ്. പല സ്ത്രീകളും തമ്മിൽ എന്ത് ചെയ്യുന്നു? തലമുറകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധമുണ്ട്. ഇപ്പൊ പുതിയ കാലത്ത് ജീവിക്കുന്ന പെൺകുട്ടിയാണ് കഥയിലുള്ള പുതിയ പെൺകുട്ടി. പക്ഷെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ വൃദ്ധ മുത്തശ്ശി കടന്നുപോയ അതേ അവസ്ഥയിൽ തന്നെയാണ് ആരുള്ളത്? താനും ഉള്ളത് എന്ന പെൺകുട്ടി ഒടുവിൽ തിരിച്ചറിയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ മനസ്സിലാവുന്നില്ലെങ്കിൽ. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. മരങ്ങളുടെ വേരുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ വേരും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അല്ലേ. എൻ എ നസീറിൻ്റെ ഈ വാക്കുകൾ എന്തൊക്കെ ചിത്രങ്ങളാണ് ഉയർത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. അപ്പം നിങ്ങൾ പലപ്പോഴും നമ്മളെന്താണ് എക്സാം അല്ലേ, നമ്മൾ +1 എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ എഴുതേണ്ടത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്, ഉത്തരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വയനാട് പോലെയുള്ള പ്രളയം, ദുരന്തങ്ങൾ അല്ലെ, മണ്ണിടിച്ചിൽ, ഉരുളുപൊട്ടൽ എന്നൊക്കെ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളാണല്ലോ. അപ്പോൾ അതിലൊരു പരിധിവരെ മനുഷ്യനും എന്തുണ്ടടാ, ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതൊക്കെ മരങ്ങൾ വെട്ടി മുറിക്കുമ്പോഴും അല്ലേ, ആ മണ്ണിൻ്റെ ആ ഒരു ദൃഢത നഷ്ടപ്പെടുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ വയനാട് ഇപ്പം അങ്ങനെയല്ല സംഭവിച്ചതെങ്കിലും പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള പ്രകൃതിക്ക് മേലെയുള്ള കടന്നുകയറ്റം മൂലമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മരങ്ങളുടെ വേരുകൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ദൃഢത നഷ്ടപ്പെടുമ്പോൾ വേരുകളുടെ അല്ലേ, ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ക്ഷതങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ദുരന്തമായിട്ട് തിരിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ മരത്തിന് ഉറപ്പ് നൽകുന്ന വേരുകളാണ്. അപ്പോൾ വേരുകളുടെ ശക്തിയാണ് മരത്തിന് എന്ത് ചെയ്യുന്നത്? അത്രയും മുകളിലേക്കുള്ള മരത്തിൻ്റെ വളർച്ചയെ നിർണ്ണയിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ മരത്തിൻ്റെയും വേരുകൾ വ്യത്യസ്തമായിട്ടുള്ള രൂപവും ഭാവവും ഒക്കെ ഉള്ളവയാണ്. പിന്നെ അതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്? വേരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വേര് നഷ്ടപ്പെട്ടാൽ, മരത്തിന് നഷ്ടപ്പെടുമ്പോൾ അത് ഈക്വലി എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ വേരുമാണ് നഷ്ടപ്പെടില്ല, അവനവൻ്റെ നിലനിൽപ്പാണ്. ഇപ്പോൾ നമ്മൾ മരം മുറിക്കുമ്പോഴും അല്ലെ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് അല്ലേ. ഈ ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ മരങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ നിലനിൽപ്പും അവതാളത്തിലാവും എന്നാണ് എൻ എ നസീർ ലേഖനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അടുത്തത്, സിനിമയിൽ ഗാനം ആവശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം വിശദമാക്കുകയാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരു ജനപ്രിയ സിനിമയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം അല്ലെ, നിങ്ങളുടെ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം വരുന്നത്. അപ്പം സിനിമയിൽ ഗാനം ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനപ്രിയ സിനിമകൾക്ക് എന്താ ആവശ്യമാണ്? ഗാനം ആവശ്യമാണ് അല്ലേ. എന്നാൽ ചില സംവിധായകർ, ഇപ്പോൾ അടൂരിൻ്റെയൊക്കെ സിനിമയിൽ നിങ്ങൾക്ക് 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കൊടിയേറ്റ് എന്ന് പറയുന്ന സിനിമയിലൊന്നും പാട്ടൊന്നുമില്ല. കാരണം അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ചിത്രീകരിക്കണം അല്ലേ. അപ്പോൾ ഇപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം നമ്മളുടെ ഇതുമായി ബന്ധമില്ലാത്ത പാട്ടുകളായിരിക്കും ചിലപ്പോൾ കൊടുക്കുക അല്ലേ. ഒരു നാട്ടും പുറത്ത് നടക്കുന്ന ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ പാട്ട് സീനൊക്കെ ചിലപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ആയിരിക്കും അല്ലേ. കുറേ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കുറേ പാട്ടുകാരൊക്കെ വരുന്നു, ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നു അല്ലേ. അപ്പോൾ യഥാർത്ഥ റിയലിസ്റ്റിക് സിനിമകളിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഈ ഗാന രംഗങ്ങൾ ഉണ്ടാവാറില്ല.
പക്ഷേ നമ്മളുടെ ഈ കായലരികത്ത് പോലെയുള്ള സിനിമയിലുള്ള അല്ലെ ആ പാട്ടൊക്കെ എന്താണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കേരളത്തിലെ അല്ലെ ആ ഒരു സാമൂഹ്യ ജീവിതത്തെ അവിടുത്തെ ജനജീവിതത്തെ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാം. ചെറിയ പാട്ടിലൂടെ എന്ത് ചെയ്യണം ആ വിഷ്വലൈസേഷൻ അല്ലേ അതിലൂടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത്തരം അല്ലെ കാര്യങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വളരെ കോപ്രായങ്ങളല്ലാത്ത ഒരുപാട് പാട്ട് ഇപ്പോൾ സിനിമേൻ്റെ ഒരു എന്താ ഒരു ഘടകം തന്നെയാണെന്ത് പാട്ടിൽ കാണിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുന്ന കുട്ടിയുടെ വളർച്ച വരെ എന്തിൽ ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും സിനിമയിൽ പാട്ടുകളിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ വരികൾ അല്ലേ അപ്പോൾ പാട്ടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും സിനിമ പോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒന്നാണെന്ത് പാട്ട് അല്ലേ. ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്ന ചിലപ്പോൾ സിനിമയെക്കാളും ഹിറ്റാവുന്ന ചിലപ്പോൾ പാട്ടുകളായിരിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ടാണ് ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇനി ജനങ്ങൾ ജനപ്രിയ സിനിമകൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത് അല്ലേ. സിനിമയും സമൂഹം എന്ന പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി വിലയിരുത്തുക. അപ്പോൾ ടീച്ചർ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ജനപ്രിയ സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ടോവിനോൻ്റെ മറ്റേ ഏതായാലും ഇപ്പം മറന്നു പോകുന്നുണ്ട് പ്രായമായതുകൊണ്ടാണോ എന്തോ അല്ലേ ഏത് സിനിമയായിരുന്നു എടാ മറ്റേ സൂപ്പർമാൻ്റെ സിനിമ ഏതായിരുന്നു മറന്നുപോയല്ലോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സിനിമയിലൊക്കെ ആ പവറൊക്കെ കിട്ടുന്നത് നമ്മളുടെ സ്വപ്നമാണ് അല്ലെ. സാധാരണക്കാരായ ഇപ്പോൾ തൻ്റെ കാമുകിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് കറങ്ങാൻ പോകുന്നതൊക്കെ ആരുടെ സ്വപ്നമാണ് ഒരു സാധാരണ കാമുകൻ്റെ സ്വപ്നമാണ് അല്ലേ. ഇപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് ടീച്ചർമാരോടൊക്കെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതും അല്ലേ ഇതൊക്കെ സിനിമയിലല്ലേ നടക്കുകയുള്ളൂ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ കൈയടിക്കും ഹരേ വാ 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 അല്ലേ. തെറ്റ് ചെയ്യുന്ന ആൾക്ക് ഇടിച്ച മൂക്കരമോ അല്ലേ ലഭബുല്ലേ എന്നൊക്കെ വിളിക്കുമ്പോൾ സോറി അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലേ മോഹൻ തോമസിൻ്റെ എന്തായാലും ഉപ്പും ചോറുവോ ഒക്കെ തിന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വാ 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 എന്നൊക്കെ പറയുമ്പോൾ അല്ലേ പോലീസുമാരുടെ ഒക്കെ അല്ലേ താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്ന ആൾ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസറൊക്കെ കണ്ടടയ്ക്കൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ വരും. എന്തിനാണ് നമ്മളാണ് ആക്ച്വലി അത് അല്ലേ നമ്മളെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു കഥാസിസ് എന്നൊക്കെ പറയുന്ന സാധനത്തെ പറ്റി ടീച്ചർ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഒരു സ്വന്തം അല്ലേ ഉള്ളിലുള്ള കാര്യങ്ങളെ ആര് ഫുൾഫിൽ ചെയ്യാണ് ഈ ജനപ്രിയ സിനിമകൾ അല്ലേ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാനാണ് സിനിമ കാണാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അല്ലാത്ത സിനിമകൾ ഉണ്ടെങ്കിലും ജനപ്രിയ സിനിമകൾ കുറേ കൂടെ നമുക്ക് ഇഷ്ടമാവുന്നത് എന്തുകൊണ്ടാണ് അത്തരം സിനിമകളിൽ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടി കണക്റ്റഡ് ആണ്. പാട്ടുകളുണ്ടാവും അല്ലേ. അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും അല്ലേ. അതാണ് ജനപ്രിയ സിനിമ എന്ത് ചെയ്യുന്നത് മറ്റുള്ള സിനിമകളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അല്ലേ അതിൽ ആ പോലീസ് ഓഫീസർ ആ കൊച്ചിനെ തല്ലുമ്പോൾ നമുക്കൊക്കെ തോന്നി ഇവനൊന്ന് കൊടുത്താൽ എന്താണെന്ന് തോന്നി അല്ലേ. അപ്പോൾ അതേ സ്പോട്ടിൽ ആരത് ചെയ്തു മോഹൻലാൽ അത് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ജനപ്രിയ സിനിമകളെ ഇങ്ങനെ നമ്മളുടെ അല്ലേ ആ ലേഖനത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഓക്കെ ജോണി എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നുണ്ട് അതേമാതിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ കൂടെയാണ് കേട്ടോ. അപ്പോൾ സിനിമ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പുതിയ കാലത്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം അത്രയും തൊഴിലവസരങ്ങളുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നായികമാരാവാൻ അതിൻ്റെ ടെക്നിക്കൽ അല്ലെ വശങ്ങളിൽ വർക്ക് ചെയ്യാൻ ഡയറക്ടേഴ്സ് ആവാൻ എഴുത്തുകാരാവാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ അത് കൂടുതൽ പഠിക്കണം അല്ലേ. അപ്പോൾ അത് സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി റിസർച്ചൊക്കെ ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ള മേഖലയാകുമ്പോൾ നിങ്ങളത് പഠിക്കും അല്ലേ. അപ്പോൾ ആ ലേഖനം ഒന്നുകൂടെ നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇനി എന്താണ് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയിൽ സൈക്കിളിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സൈക്കിളിന് എന്താണ് കഥാപാത്രങ്ങളെ പോലെ തന്നെ എന്തിനു പ്രാധാന്യമുണ്ട് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയിൽ സൈക്കിളിന് പ്രാധാന്യമുണ്ട് അല്ലേ. കാരണം ഒരു സൈക്കിൾ മോഷണത്തിൽ ആരംഭിച്ച് മറ്റൊരു സൈക്കിൾ മോഷണത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ കഥ വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ചിത്രത്തിൻ്റെ ഫ്രെയിമുകളിൽ എവിടെയും എന്താണ് ഒരു നീറുന്ന സാന്നിധ്യമായിട്ട് അല്ലെ ഒരു വേദനയുടെ സാന്നിധ്യമായിട്ട് എന്തിനും നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നൊരു സിനിമയാണ് അല്ലേ. അവിടെ ഗതികേട് അല്ലേ എന്തൊരു ഭീകരമായ ഗതികേടാന്ന് ആലോചിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നീറുന്ന അവസ്ഥയിലേക്ക് എന്ത് മാറണു നമ്മുടെ ഈ സൈക്കിള് അല്ലേ മാറുന്നുണ്ട്. അപ്പോൾ രണ്ടാം ലോക അനന്തരം എന്ത് ചെയ്യാണ് ഇറ്റലിയിൽ വന്നിട്ടുള്ള ആ ഒരു സാമ്പത്തിക അവസ്ഥയെ മുൻനിർത്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിൽ ഇറ്റലിയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അനന്തരമായിട്ടുള്ള ഇറ്റലിയുടെ ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട് ഈ സൈക്കിൾ അല്ലേ അത് പ്രതിനിധീകരിക്കുന്നുണ്ട് നമുക്ക് പറയാം. അതുപോലെ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിൽ നമ്മളുടെ റിച്ചിയുടെ അല്ലേ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഐഡിയ ആയിട്ടും എന്ത് വരുന്നുണ്ട് സൈക്കിൾ വരുന്നുണ്ട്. പിന്നെ അവരുടെ കുടുംബത്തിലെ അംഗം അല്ലേ പോലെ ഒരു കരുതൽ എന്തെങ്കിലും ലഭിക്കണോ സൈക്കിളിന് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ തോളിലേറ്റി അല്ലേ സൈക്കിൾ കൊണ്ടുപോകുന്നതും സൈക്കിൾ തൊട്ടും തലോടിയും അതിലുള്ള ചെറിയയും വലുതുമായിട്ടുള്ള കാര്യങ്ങളുടെ പരിക്കുകൾ കണ്ട് വിഷമിക്കുന്ന അല്ലെ റിച്ചിയെയും അല്ലെ ബ്രൂണോയ്ക്കും അല്ലെ കുട്ടിക്കും എന്ത് ചെയ്യുന്നുണ്ട് ആ സൈക്കിളിനോട് ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെയും അല്ലെ സ്വപ്നത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനമായിരുന്നു ആ സൈക്കിൾ. അതാണ് എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ചിത്രത്തിൽ ചില സംഭവങ്ങളുടെ ആ ഒരു ചാക്രികതയ്ക്ക് എന്ത് ചെയ്യണു
സൂചിപ്പിക്കാൻ അല്ലെ, ഒരു ചാക്രികതയെ സൂചിപ്പിക്കാനൊക്കെ എന്ത് സഹായകമാവുന്നുണ്ട്? സൈക്കിൾ എന്ന് പറയുന്ന ഒരു എലമെന്റ് സഹായകമാവുന്നുണ്ട് എന്നാലോചിക്കുക കേട്ടോ. അടുത്തത് 17 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. എത്ര മാർക്കാണ്? 6 മാർക്കാണ് കേട്ടോ. എത്ര മാർക്കാണ്? 6 മാർക്കാണ്. ഓക്കെ, എന്തോരാണ് എഴുതാൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഉണ്ട് കേട്ടോ, എഴുതാനൊക്കെ ഉണ്ട്, കുറച്ചധികം എഴുതാനുണ്ട്. എന്നാലും നമുക്ക് വെറുതെ 100 മാർക്കൊന്നും കിട്ടില്ലല്ലോ. 6 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് തന്നെയുള്ള ചോദ്യമാണ്. ആരുടെയും എന്താണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗം എങ്ങനെയെല്ലാമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. NA നസീറിൻ്റെ അല്ലെ ഓർമ്മക്കുറിപ്പ് അല്ലെ, എന്താ അദ്ദേഹത്തിൻ്റെ യാത്രകളെയൊക്കെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് നൽകുന്ന ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത്. ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ് NA നസീർ. അദ്ദേഹം ഒരുപാട് പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മാസികകളിലൊക്കെ അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ സഹിതമുള്ള ലേഖനങ്ങളൊക്കെ വരാറുണ്ട്. ട്രാവലറിൽ പോലെയുള്ള മാസികകളിൽ. അതേപോലെ അദ്ദേഹം ഒരു മാർഷൽ ആർട്സ് അല്ലെ, വളരെ ചെറുപ്പം മുതൽ മാർഷൽ ആർട്സിലൊക്കെ ഭയങ്കര പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. അതുമായി ബന്ധപ്പെട്ട കുറേ സംഘടനകളൊക്കെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നുള്ളത് അല്ലെ. അപ്പോൾ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്, പരിസ്ഥിതിക്ക് നമ്മൾ പ്രാധാന്യം നൽകിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നമ്മളുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്ന് പറയുന്ന ഒരു താക്കീതിലേക്കാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ആ ലേഖനം കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും നടക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെ അപകടങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ പരിസ്ഥിതിക്ക് മേലെയുള്ള അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് അല്ലെ, നമ്മൾ പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ദുരോഹത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു ലേഖനത്തിൽ നമ്മൾ എഴുതാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അടുത്തത് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോരാടുന്ന മനുഷ്യന്റെ പ്രതീകമായി മത്സ്യം എന്ന കവിതയിലെ മത്സ്യത്തെ വിലയിരുത്താൻ കഴിയുമോ? വിശദമാക്കുക അല്ലെ. ഇപ്പൊ തീർച്ചയായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുത്തുകാരൻ TP രാജീവൻ മത്സ്യം എന്ന ആ ഒരു ബിംബത്തിലൂടെ ധ്വന്യാത്മകമായിട്ട് ആരെയാണ് പറയുന്നത്? ഈ മനുഷ്യനെയാണ് പറയുന്നത്. ഇവിടെ കടലിനെ എന്തായിട്ടാണ് സങ്കല്പിക്കുന്നത്? കടലിനെ ലോകമായിട്ട്, സമൂഹമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ ചെറുതുകളുടെ അല്ലെ, കടലിനെയും മത്സ്യത്തെയും പ്രതീകമാക്കി മനുഷ്യന്റെ അതിജീവന തന്ത്രങ്ങളെ ആവിഷ്കരിക്കുന്ന കവിതയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് മത്സ്യം എന്ന് പറയുന്ന കവിത. പല രീതിയിൽ ഈ കവിത എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് വായിക്കാൻ സാധിക്കും. ഏത് ചെറുത്തുനിൽപ്പിനെയും ഇല്ലായ്മകളെയും അതിജീവിക്കാനുള്ള വിദ്യകൾ പുതിയ ലോകക്രമം എന്ത് ചെയ്തിട്ടുണ്ട്? ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. പക്ഷേ ഈ ചെറിയ മീൻ എന്ത് ചെയ്യുന്നു? അതിനൊക്കെ അതിജീവിച്ച് അല്ലെ മനുഷ്യൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാണ്? ഇതിൽ നിന്നൊക്കെ പോരാടി മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും തികച്ചും സ്വതന്ത്രനായി നിൽക്കാൻ ശ്രമിക്കുന്ന ചെറുതുകളുടെ പ്രതിനിധിയാണ് ആക്ച്വലി ആര്? നമ്മളുടെ കവിതയിലെ മത്സ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിൽ 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു പുറത്തോളം നമ്മൾ വിശദീകരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത്. പുതിയ കാലത്തെ ലോകക്രമത്തെ, പുതിയ മാറ്റങ്ങളെ, ഏതൊക്കെ രീതിയിലാണ് ഈ മത്സ്യം രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ കവിതയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം? മക്കൾ എഴുതണം. അടുത്തത് കായലരികത്ത് എന്ന ഗാനം അല്ലേ മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയത് എന്തെല്ലാം സവിശേഷതകൾ കൊണ്ടാണ്? ഒന്നതിൻ്റെ അതിൻ്റെ ചിത്രീകരണം, അതിൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത് കൾച്ചറൽ എലമെൻ്റ് ആണ് അല്ലേ. നമ്മളുടെ ചരിത്രവുമായിട്ട് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളുടെ ഇപ്പോൾ നറുക്ക്, കുറിയെടുക്കുക, പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ അല്ലേ. അപ്പോൾ നമ്മളുടെ കേരളീയവുമായിട്ട്, നമ്മുടെ ജനജീവിതവുമായിട്ടും, നമ്മുടെ സാമൂഹ്യ ജീവിതമായിട്ടും അല്ലെ ഭാഷയുമായിട്ടും അല്ലെ ഇത്തരത്തിലൊരു പാട്ടെന്നൊക്കെ പറയുന്നത് അതുവരെ ഇങ്ങനെ ഒരു കൊളോക്കിയലായിട്ടുള്ളൊരു അല്ലേ പാട്ട് രീതിയൊന്നും, ഗാന രീതിയൊന്നും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. P. ഭാസ്കരൻ വളരെ മനോഹരമായ രീതിയിലായിരിക്കണേ അത് അവതരിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. 1954 കേട്ടോ ഈ സിനിമ പുറത്തിറങ്ങുന്നത്. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ നാടൻ പാട്ടിനും എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ കാവ്യമണ്ഡലത്തിലേക്ക് അല്ലെ മണ്ഡപത്തിലേക്ക് കയറി വരാമെന്ന് കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ് അല്ലേ കായലരികത്ത് അല്ലേ. അപ്പോൾ ആ ഒരു ഈണം, താളം അല്ലെ അത്രയും പോപ്പുലറായിട്ട് ഇന്നും അത് പാടുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഭയങ്കര കാവ്യാത്മകമൊന്നും അല്ലാതെ, ഭയങ്കര രീതിയിലൊന്നും അല്ലാതെ അല്ലെ ഇത്തരം സാധാരണ പാട്ടുകളും എന്ത് ചെയ്യാൻ സാധിക്കുന്നു മലയാളത്തിലേക്ക് അല്ലെ സിനിമാ ലോകത്തിലേക്ക് കടന്നു വരാൻ സ്വാഗതം ചെയ്തിട്ടൊരു ഗാനമാണ് ഇത് ഈ പാട്ടെന്ന് നമുക്ക് പറയാം. ഗ്രാമീണ ജീവിതത്തിലുള്ള നിത്യജീവിതാനുഭവങ്ങളെ, സാധാരണ മനുഷ്യരുടെ ഹൃദയവികാരങ്ങളുടെ ഒക്കെ ഒരു പ്രതിനിധീകരണമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കവിത എന്ന് പറയുന്നത്. ചായക്കട അല്ലെ, പണ്ടൊക്കെ ചായക്കടയാണ് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും
ആളുകൾ സംവദിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചായക്കട തന്നെയാണ് ഈ ഒരു കവിതയുടെ എന്താ പറയുക ഇടമായിട്ട് അല്ലേ, സാമൂഹ്യ ഇടമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കാമുകന്റെ അഭ്യർത്ഥനയൊക്കെ കാണാം അല്ലേ, എന്നെ മറ്റേ ശീലക്കൊട പോലെ ആക്കി കളയരുത്, തന്നെ ചതിക്കരുത്, തേക്കരുത് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് പറയുന്നത് അല്ലേ. കയറ് പൊട്ടിയ പമ്പരം പോലെ അല്ലെ അവളിലേക്കുള്ള ഒരു പിടിവിടലിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കവിതയിൽ പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ അല്ലേ, അമ്പേറ്റ് നിന്റെ പുരികക്കൊടിയുടെ അമ്പേറ്റ് മറ്റേ ശീലക്കൊടയുടെ കമ്പി പൊട്ടിപ്പോയ ശീലക്കൊട പോലെ എൻ്റെ അവസ്ഥയാക്കരുത് അല്ലേ, തേച്ച് കളയരുതെന്നൊക്കെ കവി പാടുന്നത് നമ്മൾ കാണാം, നായകൻ പാടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നാടൻ പദപ്രയോഗങ്ങളും ശൈലിയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബിംബങ്ങൾ കൊണ്ട് സാധാരണ ജീവിതത്തിൻ്റെ ഒരു പ്രതിനിധീകരണമാണ് ഈ ഒരു കവിതയിൽ അല്ലെങ്കിൽ ഗാനത്തിൽ നമ്മൾ കാണുന്നത്. അടുത്തത് സ്വപ്നലോകത്തെയാണ് നമ്മുടെ ജനപ്രിയ സിനിമകൾ ആവിഷ്കരിക്കുന്നത് അല്ലെ. യഥാർത്ഥ ജീവിതവുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ അങ്ങനെയുള്ള ജനപ്രിയ സിനിമകൾ എടുക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, ജോണി പറയുന്നുണ്ടല്ലേ, അത് ഭയങ്കരമായിട്ടുള്ള സാഹിത്യ മൂല്യത്തെ കാണിക്കാനോ അല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയിട്ടൊന്നുമല്ല, ജനങ്ങളെ രസിപ്പിക്കുക അല്ലെ, ജനങ്ങളെ, അതൊരു കച്ചവട സാധ്യതയുള്ള സിനിമകൾ തന്നെയാണ് ജനപ്രിയ സിനിമ. അത് തന്നെ ലക്ഷ്യം വെച്ചിട്ട് എന്ത് ചെയ്യണേ ആ സിനിമകൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തായിരിക്കും ഈ ജനങ്ങളെ രസിപ്പിക്കാനല്ലോ, അതിന് ചിലപ്പോൾ പാട്ട് വേണ്ടി വരും, ഡാൻസ് വേണ്ടി വരും അല്ലെ, ചിലപ്പോൾ അടിയും കുത്തും ചവിട്ടൊക്കെ വേണ്ടി വരും, അങ്ങനെയുള്ള ഡയലോഗ്സ് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വപ്ന ലോകത്തിനാണ് എന്ത് ചെയ്യുന്നത് ജനപ്രിയ സിനിമകൾ ആവിഷ്കരിക്കുന്നത് അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത കാര്യങ്ങളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലും ജനപ്രിയ സിനിമ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ആവാസ വ്യവസ്ഥ എന്ന നിലയ്ക്ക് കൈപ്പാട് നിലത്തിനുള്ള പ്രാധാന്യം എങ്ങനെയാണ് കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്തിരിക്കുന്നു, കൈപ്പാട് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പ്രശ്നത്തെ വസ്തുനിഷ്ഠതയോടുകൂടി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി എന്ന് പറയുക അല്ലേ. ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ നിന്നും സിനിമയിൽ നിന്നും ഒക്കെ ഡോക്യുമെൻ്ററിക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി എന്താണ് സീരിയസ് ആയിട്ടുള്ള അല്ലേ, ഒരു പ്രശ്നത്തെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കും. ഈ ഒരു എന്താണ് കൈപ്പാട് എന്ന് പറയുന്നത് സാധനം ചെയ്യാനായിട്ട് വർഷങ്ങളെടുത്തു. കാരണം ആ പ്രകൃതിയിലെ മാറ്റങ്ങൾ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഒപ്പിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര അവാർഡ് കൊടുത്താലും മതിയാവില്ല അല്ലേ. അപ്പം അത്രയും ഭംഗിയിലാണ് അത് ചെയ്തിരിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ കൈപ്പാട് എന്ന് പറയുന്ന സിനിമയിൽ സവിശേഷ കൃഷി രീതി പിന്തുടരുന്ന കൈപ്പാട് നിലത്തെ ഒരു വർഷത്തെ ജീവിതമാണ് അല്ലേ സൂക്ഷ്മമായ രീതിയിൽ ഒപ്പിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ രംഗങ്ങളിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഡോക്യുമെൻ്ററിയുടെ മറ്റൊരു പ്രത്യേകത. അവിടെ കൃത്രിമത രംഗസജ്ജീകരണങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല അല്ലേ. കൈപ്പാടിലെ പാരസ്പര്യ ജീവിതം കാണുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷ്മമായി പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെയുള്ള നമ്മളുടെ ഈ ഡോക്യുമെൻ്ററിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആവാസ വ്യവസ്ഥ അല്ലേ, കൈപ്പാട് നിലത്തിനുള്ള പ്രാധാന്യം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ അല്ലേ അത് ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 12 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, വായിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ 3 കാഴ്ചകൾ സിദ്ധാർത്ഥനെ ബുദ്ധനാക്കി. ഓരോ ദിവസത്തെയും 18 കിലോമീറ്റർ തരുന്ന എണ്ണമറ്റ കാഴ്ചകൾ ഗാന്ധിയെ തുടർച്ചയായി കൂടുതൽ ഗാന്ധിയാക്കി. ഗാന്ധി വലിയ വായനക്കാരനല്ലായിരുന്നു, തലയ്ക്കുള്ളിൽ പുസ്തകം ഇല്ലായിരുന്നു. നടന്ന നേരത്ത് ആ മോശം വായനക്കാരന് നല്ലവണ്ണം ജീവിതം വായിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉന്മേഷവും ഉത്കണ്ഠയുമാണ് ഗാന്ധിയുടെ രാഷ്ട്രീയം. നടക്കവേ വഴിയിലും വഴിയോരത്തും കാണുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഗാന്ധിജിയെ ഉണർത്തിക്കൊണ്ടിരുന്നു. നടന്ന ശരീരഭാരം കുറച്ചുകൊണ്ടിരുന്ന ആ ആൾ ചിന്താഭാരം കൂട്ടിക്കൊണ്ടിരുന്നു. ഗാന്ധിജിയുടെ കാൽവേഗത്തിൽ ഏകാന്തതയുമുണ്ട്. തൻ്റെ വിചാരവേഗത്തിനൊപ്പം ആളില്ലല്ലോ എന്ന സങ്കടവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയെ കൂടുതൽ ഗാന്ധിയാക്കിയത് എന്താണ് എന്നാണ് അല്ലെ. എന്താണ് ആക്കിയിട്ടുള്ളത്? എന്താണ്? ഓരോ ദിവസത്തെയും 18 കിലോമീറ്റർ തരുന്ന എണ്ണമറ്റ കാഴ്ചകളാണ് എന്ത് ചെയ്തത് ഗാന്ധിയെ കൂടുതൽ ഗാന്ധിയാക്കി തീർത്തത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. എപ്പോഴാണ് ഗാന്ധിജിക്ക് നല്ലവണ്ണം ജീവിതം വായിക്കാൻ കഴിഞ്ഞത്? എപ്പോഴാണ് നല്ലവണ്ണം വായിക്കാൻ കഴിഞ്ഞത്? എപ്പോഴാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇല്ല, ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുക്കണ്ട, ഏത് കുട്ടിക്കും എഴുതാൻ പറ്റും. എങ്ങനെയാണ് അല്ലേ? എങ്ങനെയാണ്? നടന്ന സമയത്താണ് അല്ലേ ആ മോശം വായനക്കാരന് ജീവിതം എന്ത് ചെയ്യാൻ സാധിച്ചത്? നല്ലവണ്ണം വായിക്കാനും കഴിഞ്ഞത്. അടുത്ത എന്താണ്? എന്തായിരുന്നു ഗാന്ധിജിയുടെ സങ്കടം എന്നാണ് അല്ലെ. തൻ്റെ വിചാരവേഗത്തിനൊപ്പം നടക്കാൻ അല്ലെ ആളില്ലല്ലോ എന്നുള്ള സങ്കടമാണ് എന്ത് ചെയ്തത് ഗാന്ധിജിയെ വിഷമത്തിലാക്കി എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ മക്കള്. അടുത്ത ചോദ്യം എന്താണ്? 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് 1.5 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 8 മാർക്കാണ്. അപ്പോൾ എസ്സേ ആണ്, മെയിൻ എസ്സേ ആണ്. 8 മാർക്കാണ് എസ്സേ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. എന്താണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്? എന്താണ് ആദ്യത്തെ ചോദ്യം?
സ്വന്തം ജീവിതത്തിന്റെ തന്നെ ആവിഷ്കാരമാണോ വൃദ്ധ എഴുതിയ കഥകൾ? ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയെ മുൻനിർത്തി വിശദമാക്കുക. തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ വൃദ്ധയുടെ കഥകളെ കുറിച്ച് വളരെ ഭീകരമായിട്ടൊന്നും പറയുന്നില്ല അല്ലേ, എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ എലമെന്റുകളിൽ വൃദ്ധ പറയുന്നുണ്ട് അല്ലേ. 3 കഥയാണ് ആകെ എഴുതിയിട്ടുള്ളത്. കാരണം ഈ 3 തവണയും വീട്ടിലെ ആളില്ലായിരുന്നു. ആദ്യത്തെ തവണ ഭർത്താവ് ജയിലിലായിരുന്ന സമയത്താണ് ആദ്യത്തെ കഥ എഴുതുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പുരുഷ മേധാവി അല്ലെങ്കിൽ ആധിപത്യം, ആ പാട്രിയാർക്കി നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ഉള്ളിൽ സ്ത്രീ തന്നെയാണ് ഈ വൃദ്ധയുടെ അമ്മായിയമ്മ. ആ അമ്മയും എന്തിനെതിരാണ്? പഠിക്കുന്നതിനും പുസ്തകങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പാട്രിയാർക്കി അല്ലേ, പുരുഷ ആധിപത്യം സ്ത്രീകളെ ഈ കുടുംബം എന്ന സ്ഥാപനത്തിനുള്ളിൽ ഒന്നുമല്ലാതാക്കി തീർക്കുന്നതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ വൃദ്ധയുടെ ജീവിതം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വൃദ്ധ എഴുതിയ കൃതികളിലൊക്കെ എന്ത് കാണുന്നു? ആ സാധനമാണ്, ആ വൃദ്ധയുടെ ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രഡക്ഷനൊക്കെ എഴുതി അല്ലേ, നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഏത് വീട്ടിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ വിശദമായിട്ട് എന്ത് ചെയ്യുക, പാരഗ്രാഫൊക്കെ തിരിച്ച് 8 മാർക്കിന് 1.5 പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാനുള്ള പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അടുത്തത്, പ്രണയത്തിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഹൃദയസ്പർശിയാം വിധം ആവിഷ്കരിക്കാൻ സന്ദർശനം എന്ന കവിതയ്ക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും കഴിയുന്നുണ്ട് അല്ലേ. കാരണം ആ നഷ്ടപ്പെട്ടു പോയ പ്രണയം അല്ലേ, ആ പ്രണയത്തിനെ കുറിച്ചുള്ള ഭൂതകാല സ്മരണകളാണ് എന്ത് ചെയ്യുന്നത്, മനോഹരമായിട്ടല്ലേ. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പ്രയോഗങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അത്തരം സന്ദർഭങ്ങൾ എന്ത് ചെയ്യുന്നത്, എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, അതൊക്കെ എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സന്ദർശനം എന്ന് പറയുന്ന കവിതയിൽ അതേപോലെ തന്നെ എന്താണ്, പ്രണയിനി പോയതിനു ശേഷം അല്ലേ, ചുണ്ടുകളിൽ നല്ല കവിത എഴുതാൻ പറ്റാത്ത രീതിയിലും മദ്യത്തിനും പുകവലിക്കുമൊക്കെ ഇടറിപ്പോയതും അല്ലെ, എവിടേക്കോ കിടന്നുറങ്ങിയതും, അങ്ങനെ ജീവിതം ഈ പ്രണയത്തിന്റെ ശേഷവും മുൻപും അല്ലെ, മുൻപും എന്താണ് അയാളെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സന്ദർശനം എന്ന് പറയുന്ന കവിത അടയാളപ്പെടുത്തുന്നുണ്ട്. അടുത്തത്, ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ നായക സ്ഥാനത്ത് നിൽക്കുന്ന ആന്റോണിയോ റിച്ചി അല്ല, മറിച്ചാരാണ്, മകൻ ബ്രൂണോയാണ് അല്ലെ. അച്ഛനേക്കാൾ പക്വതയും ഉത്തരവാദിത്വ ബോധവും ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു, അവൻ തിരിച്ചറിയിക്കുന്നത്. പല സിറ്റുവേഷനിലും അവൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ നിരീക്ഷണങ്ങൾ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ നിരീക്ഷണത്തോട് സിനിമ വിശകലനം ചെയ്ത് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 മാർക്കാണ്. അപ്പം നാടകീയത ഒട്ടുമില്ലാതെ തന്നെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾക്ക് പ്രാധാന്യം നൽകി ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ് ഇത്, ബൈസിക്കിൾ തീവ്സ്. അപ്പോൾ ഈ സിനിമയിൽ ബ്രൂണോ എന്ന് പറയുന്ന കുട്ടി അല്ലേ, ഈ കുട്ടി എന്താണ്, ആന്റോണിയോ റിച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തിന് തുല്യം സ്ഥാനമുള്ള കുട്ടിയാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടി അച്ഛനൊപ്പം സൈക്കിൾ തേടി അലയുന്ന സമയത്ത് ആ കുഞ്ഞു മുഖത്ത് വരുന്ന ഭാവങ്ങൾ അല്ലേ, അവൻ ആ ചിത്രം അവസാനിക്കുമ്പോൾ വരെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നൊരു വിങ്ങലോടെ നിൽക്കുന്നൊരു മുഖമാണ് അതല്ലേ. അപ്പോൾ സൈക്കിൾ തേടി നടക്കുമ്പോൾ അല്ലേ, മുതിർന്നവരെക്കാൾ പക്വതയും ഉത്തരവാദിത്വം ഒക്കെ ആര് പ്രകടിപ്പിക്കുന്നുണ്ട്, പല സിറ്റുവേഷനിലും ഈ കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോഷ്ടിക്കപ്പെട്ട സൈക്കിൾ വക്കും മൂലയും വരെ അവന് ഏറെ പരിചിതമാണ്. അപ്പൊ ഇങ്ങനെ അതാണ് സൈക്കിൾ തിരയാൻ അവനെ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. അച്ഛൻ ഇറച്ചി കൂട്ടുന്നത് എന്തുകൊണ്ടാണ്, ആ സൈക്കിൾ ആ കുട്ടിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും മൈന്യൂട്ടായ കാര്യം ഇച്ചിരി പൊട്ടുമ്പോൾ വരെ ശ്രദ്ധിക്കുന്നുണ്ട് ആ കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവനെ അച്ഛൻ കൂടെ കൊണ്ടുപോകുന്നു അല്ലേ. പിന്നെ അവൻ്റെ കൊച്ചു കാലടികൾ കൊണ്ട് അല്ലേ, ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ്റെ ഒപ്പം ഓടിയെത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവസാനം അച്ഛനെ പോലീസ് പിടിച്ച സമയത്തും രക്ഷകനായി വരുന്ന ആരാണ്, കുഞ്ഞാ വരുന്നത് അല്ലേ, അവൻ്റെ നിലവിളിയാണ് അല്ലേ രക്ഷപ്പെടുന്നത്. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ സ്വത്തായ മകൻ്റെ കൈപിടിച്ച് നടന്നു പോകുന്ന ആന്റോണിയോ റിച്ചി അല്ലെ, ആ ഒരു മികച്ച കാഴ്ചാനുഭവം നൽകുന്ന ഒരു സീനാണ് ലാസ്റ്റിലത്തെ സീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ റിച്ചിക്കൊപ്പം തന്നെ തലപ്പൊക്കമുള്ള വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിട്ട് ആരെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ബ്രൂണോയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് ആ ചിത്രം കേട്ടോ. നിങ്ങൾ ഈ വെക്കേഷൻ സമയത്ത്, ഓണം വെക്കേഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും ബൈസിക്കിൾ തീവ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് നമുക്കതിൽ ഭാഷയൊന്നും ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അത് വളരെ രസകരമായിട്ട് എന്ത് ചെയ്യും, നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ സിനിമ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവാമെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. നല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ചോദ്യം എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ചോദിക്കണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ഈ പാഠങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരം അത്രയും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി വീണ്ടും എന്ത് ചെയ്യണം, നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അഡ്വാൻസ് ഹാപ്പി ഓണം ഒക്കെ പറയാണ് ടീച്ചർ. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.